മഹാസമുദ്രങ്ങളുടെ മധ്യത്തിൽ മരവിച്ച വന്യതയിലേക്ക് ഭൂഖണ്ഡങ്ങൾ വഴിമാറുന്നിടത്ത് ഭയാനകമായ ഒരു കവാടമുണ്ട്. സമുദ്രം കോപം കൊണ്ട് അലറുന്ന ഈ കവാടത്തിലൂടെ കടന്നു പോവുക എന്നത് ശരിക്കും ഒരു കഠിനമായ പരീക്ഷണമാണ്. കാരണം ചുഴലിക്കാറ്റ് പോലെ അതിശക്തമായ കാറ്റുകളാണ് ഇവിടെ പതിവായി വീശുന്നത്. വിദൂര അന്റാർട്ടിക് കൊടുങ്കാറ്റുകളിൽ നിന്നുത്ഭവിക്കുന്ന തിരമാലകൾ ഇവിടെ എത്തുമ്പോൾ പർവ്വതങ്ങളെ പോലെ ഉയരും. അപ്രതീക്ഷിതമായ സമയങ്ങളിൽ കൊടുങ്കാറ്റ് വീശി കടലിൽ ഇളകി മറിയും. അങ്ങനെ വളരെ തീവ്രമായ അവസ്ഥകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ സ്ഥലം. അത് കാരണം 10,000-കണക്കിന് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഐതിഹാസികമായി അക്രമാസക്തമായ ഈ ജലാശയത്തിന് നാവികർ നിശബ്ദ സ്വരത്തിൽ ഭയത്തോടെ മന്ത്രിക്കുന്ന ഒരു പേരുണ്ട്: ഡ്രേക്ക് പാസേജ്. ഭൂമിയിലെ ഏറ്റവും അപകടകരമായ ജലാശയം. അന്റാർട്ടിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലുള്ള സമുദ്രഭാഗത്തിനെയാണ് ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത്. ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും പസഫിക് സമുദ്രത്തിനെയും തമ്മിൽ യോജിപ്പിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ സൗത്ത് അമേരിക്കയും അന്റാർട്ടിക്കയും ഒരുമിച്ച് ചേർന്നാണ് കിടന്നത്. എന്നാൽ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനം കാരണം പിൽക്കാലത്ത് ഇവ തമ്മിൽ ഡിവോഴ്സായി. പിൽക്കാലത്ത് ഇവ തമ്മിൽ പിരിഞ്ഞു. അങ്ങനെ പിരിഞ്ഞതിന്റെ അനന്തരഫലമായി സൗത്ത് അമേരിക്കയ്ക്കും അന്റാർട്ടിക്കയ്ക്കും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായി. ഈ ഗ്യാപ്പാണ് ഡ്രേക്ക് പാസേജ്. ഏകദേശം 5 കോടി വർഷങ്ങൾക്കും 1.5 കോടി വർഷങ്ങൾക്കും ഇടയിലാണ് ഇത് സംഭവിച്ചത്. ഈ ഒരു ഗ്യാപ്പ് കാരണമാണ് അന്റാർട്ടിക് സർക്കംപോളാർ കറന്റ് ഉണ്ടായത്. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റും ക്ലോക്ക് വൈസ് ദിശയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രജലത്തിന്റെ നീരോട്ടമാണ് അന്റാർട്ടിക് സർക്കംപോളാർ കറന്റ്. ചുരുക്കത്തിൽ ACC എന്ന് പറയും. സാധാരണ സമുദ്രങ്ങളിൽ നീരോട്ടം ഉണ്ടാകുന്നത് പ്രധാനമായും ജലത്തിന്റെ സാന്ദ്രതയിലും താപനിലയിലുമുള്ള വ്യത്യാസം കാരണമാണ്. എന്നാൽ ACC ശരിക്കും ശക്തമായ കാറ്റ് കാരണം ഉണ്ടാകുന്നതാണ്. ACCക്കുള്ളിലുള്ള ജലനിരപ്പിനെ മറ്റൊരു സമുദ്രമായിട്ടാണ് പരിഗണിക്കുന്നത്. അതാണ് സതേൺ ഓഷൻ. അന്റാർട്ടിക്ക തണുത്തു മരവിച്ച് കിടക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം യഥാർത്ഥത്തിൽ ACC ആണ്. അതായത് ACCയുടെ ശക്തമായ ഒഴുക്ക് കാരണം മറ്റ് സമുദ്രങ്ങളിലുള്ള ചൂട് കൂടിയ ജലത്തിന് ACC കടന്ന് സതേൺ ഓഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ACCക്കുള്ളിലെ ജലവും അന്തരീക്ഷവും എപ്പോഴും തണുത്തതായിരിക്കും. അനന്തരഫലമായിട്ടാണ് അന്റാർട്ടിക്ക തണുത്തു മരവിച്ചത്. പക്ഷേ ഡ്രേക്ക് പാസേജ് ഉള്ളതുകൊണ്ടാണ് ACC നിലനിൽക്കുന്നത്. ഡ്രേക്ക് പാസേജിന്റെ സ്ഥാനത്ത് എന്തെങ്കിലും കരഭാഗമായിരുന്നെങ്കിൽ ACCക്ക് അന്റാർട്ടിക്കയ്ക്ക് ചുറ്റും തടസ്സമില്ലാതെ വലം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ തടസ്സങ്ങളൊന്നുമില്ലാത്തതിനാൽ ACCയിലൂടെ ഒഴുകുന്ന സമുദ്രജലവും കാറ്റും അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ നീരോട്ടം യഥാർത്ഥത്തിൽ ACC ആണ്. അതുമാത്രമല്ല, ACCയെ സംബന്ധിച്ചിടത്തോളം ഡ്രേക്ക് പാസേജ് ഒരു ഫണൽ പോലെ പ്രവർത്തിക്കും. അതിനാൽ ഡ്രേക്ക് പാസേജിലൂടെ കടന്നു പോകുമ്പോൾ ACCയുടെ ശക്തി കൂടുതൽ വർദ്ധിക്കും. ഇത് തന്നെയാണ് ഡ്രേക്ക് പാസേജിനെ അപകടകരമാക്കുന്നത്. 1578-ൽ പ്രശസ്ത ഇംഗ്ലീഷ് പര്യവേഷകനായ ഫ്രാൻസിസ് ഡ്രേക്ക് പാസേജിലൂടെ കടന്നു പോകാനിടയായി. അങ്ങനെയാണ് ഇതിന് ഈ പേര് കിട്ടിയത്. പക്ഷെ യഥാർത്ഥത്തിൽ ഡ്രേക്ക് പാസേജ് കണ്ടെത്തിയത് ഒരു സ്പാനിഷ് നാവികനായ ഫ്രാൻസിസ്കോ ഡെ ഹോസെസ് ആണ്. 1525-ൽ അദ്ദേഹത്തിന്റെ കപ്പൽ സ്ട്രെയിറ്റ് ഓഫ് മജല്ലനിലേക്ക് പ്രവേശിക്കാൻ വരുന്ന സമയം അതിശക്തമായ കാറ്റ് കാരണം കപ്പൽ അനിയന്ത്രിതമായിട്ട് സൗത്തിലേക്ക് പോയി. അതായത് ഡ്രേക്ക് പാസേജിലെത്തി. അങ്ങനെയാണ് അദ്ദേഹം ഡ്രേക്ക് പാസേജ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ മാർ ഡെ ഹോസെസ് എന്നാണ് സ്പാനിഷുകാർ ഇതിന് നൽകിയ പേര്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പേര് പ്രശസ്തമായില്ല. കാരണം 1578-ൽ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ കപ്പലുകളും സ്ട്രെയിറ്റ് ഓഫ് മജല്ലനിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ശക്തമായ കാറ്റ് കാരണം സൗത്തിലേക്ക് പോയി. സ്വാഭാവികമായും ഡ്രേക്ക് പാസേജിലാണ് അവർ ചെന്ന് പെട്ടത്. അങ്ങനെ അവരും ഡ്രേക്ക് പാസേജ് കണ്ടെത്തി. ഡ്രേക്ക് പാസേജ് എന്ന് പേര് നൽകിയതും അവരാണ്. ഇത് അന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു. എന്തെന്നാൽ സൗത്ത് അമേരിക്കയുടെ താഴെ വേറൊരു വലിയ ഭൂഖണ്ഡമുണ്ടെന്നും സൗത്ത് അമേരിക്കയും ആ ഭൂഖണ്ഡവും തമ്മിൽ കണക്റ്റഡ് ആണെന്നുമാണ് പണ്ട് എല്ലാവരും കരുതിയിരുന്നത്. അതിനാൽ പസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക്കിലോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലോട്ട് വരണമെങ്കിൽ പണ്ട് കപ്പലുകളൊക്കെ പ്രധാനമായും സ്ട്രെയിറ്റ് ഓഫ് മജല്ലനിലൂടെയാണ് പോയിരുന്നത്. പക്ഷേ സ്ട്രെയിറ്റ് ഓഫ് മജല്ലൻ വളരെ അപകടം നിറഞ്ഞ ഒരു പാതയാണ്. എന്നിരുന്നാലും വേറെ വഴിയില്ലാത്തതിനാൽ അതിലൂടെ തന്നെ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഡ്രേക്കിന്റെ കപ്പലുകൾ സൗത്തിലെത്തിയപ്പോൾ യഥാർത്ഥത്തിൽ സൗത്ത് അമേരിക്കയ്ക്ക് താഴെ ഒരു വലിയ സമുദ്രമുണ്ടെന്ന് സ്ഥിരീകരിക്കാനായി. അങ്ങനെയെങ്കിൽ അപകടം നിറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് മജല്ലനിന് പകരം ഡ്രേക്ക് പാസേജിനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ആദ്യമായി സ്ഥിരീകരിക്കാൻ പറ്റിയത് ശരിക്കും ഡ്രേക്കിന്റെ കപ്പലുകൾ കാരണമാണ്. ആ വാർത്ത അന്ന് ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടു. അപകടകരമായ സ്ട്രെയിറ്റ് ഓഫ് മജല്ലനിന് പകരം സുരക്ഷിതമായ മറ്റൊരു വഴി കിട്ടിയെന്ന് കരുതി അന്ന് നാവികരൊക്കെ സന്തോഷിച്ചു.
പക്ഷേ ഡ്രേക്ക് പാസേജ് ശരിക്കും അവര് കരുതിയതുപോലെ അത്ര സുരക്ഷിതമായ വഴിയായിരുന്നില്ല. ഡ്രേക്ക് പാസേജ് അപകടകരമാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തടസ്സമില്ലാതെ സഞ്ചരിക്കുന്നതിനാൽ ACC അതിവേഗത്തിലാണ് ചലിക്കുന്നത്. അതിനു പുറമെ ഡ്രേക്ക് പാസേജ് ഒരു ഫണൽ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അതിനാൽ ഡ്രേക്ക് പാസേജിലൂടെ പോകുമ്പോൾ ACC കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അനന്തരഫലമായി 15 കോടി ക്യൂബിക് മീറ്റേഴ്സ് അളവിലുള്ള ജലമാണ് ഓരോ സെക്കൻഡിലും ഡ്രേക്ക് പാസേജിലൂടെ കടന്നു പോകുന്നത്. താരതമ്യേന പറഞ്ഞാൽ ലോകത്തിലെ സകല നദികളിലൂടെയും ഒഴുകുന്ന ജലത്തിന്റെ മൊത്തം അളവ് നോക്കിയാലും അതിന്റെ 150 മടങ്ങ് അളവിലുള്ള ജലമാണ് ACCയിലൂടെ ഒഴുകുന്നത്. അതിശക്തമായ ഈ ഒഴുക്ക് കാരണം ഡ്രേക്ക് പാസേജിൽ എപ്പോഴും ഗംഭീരമായ തിരമാലകളുണ്ടാകും. ഈ തിരമാലകൾക്ക് മിക്കവാറും 40 അടിയോളം ഉയരമുണ്ടായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ തിരമാലകൾ 80 അടി വരെ ഉയരാറുണ്ട്. ഓർക്കുക, കേരളത്തിനെ ബാധിച്ച 2004 സുനാമി തിരമാലയുടെ ഉയരമെന്നത് ഏതാണ്ട് 16 അടിയായിരുന്നു. അപ്പോൾ 80 അടി ഉയരമുള്ള തിരമാലയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഡ്രേക്ക് പാസേജിലൂടെ പോകുന്ന കപ്പലുകളെ ഈ ഭയാനകമായ തിരമാലകൾ വന്നിടിക്കുന്നത് പതിവാണ്. അത് താങ്ങാനുള്ള കരുത്ത് കപ്പലിനില്ലെങ്കിൽ സ്വാഭാവികമായും ആ കപ്പൽ തകർന്ന് മുങ്ങിപ്പോകും. മറ്റൊരു കാര്യം, 130 km/h കൂടുതൽ വേഗത്തിൽ വരെ ഇവിടെ കാറ്റ് വീശാറുണ്ട്. 130 km/h എന്നൊക്കെ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഏകദേശം ഹ്യൂരിക്കെയിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കാറ്റിന്റെ അത്രത്തോളം ശക്തമാണ്. ശരിക്കും ഈ കാറ്റ് കാരണമാണ് ഭീമാകാരമായ തിരമാലകൾ ഉണ്ടാകുന്നത്. ജലത്തിന്റെ ശക്തമായ ഒഴുക്ക് ഈ തിരമാലകളെ കൂടുതൽ വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഡ്രേക്ക് പാസേജിലെ രണ്ടാമത്തെ പ്രശ്നം എഡീസ് ആണ്. സ്പൈറൽ ആകൃതിയിലുള്ള നീരോട്ടമാണ് എഡീസ്. വ്യത്യസ്ത സമുദ്രങ്ങളിൽ നിന്നും വന്ന് കൂടിച്ചേരുന്ന ജലത്തിന് വ്യത്യസ്തമായ താപനിലയും സാന്ദ്രതയും ഒക്കെ ആയിരിക്കും. അങ്ങനെ ആ ജലങ്ങൾ വന്ന് കൂട്ടിമുട്ടുന്നതിന്റെ അനന്തരഫലമായിട്ടാണ് എഡീസ് ഉണ്ടാകുന്നത്. ഇത് തീരെ ചെറിയ പ്രതിഭാസങ്ങളൊന്നുമല്ല. പല കിലോമീറ്ററുകളാണ് ഇവയുടെ വലിപ്പം. ചില എഡീസിന് 100 കിലോമീറ്റർ വരെ വലിപ്പമുണ്ടായിരിക്കും. അതുപോലെ 2000 മീറ്റേഴ്സ് ആഴത്തിൽ വരെ എത്തുന്നവയുമായിരിക്കും. ഇത്രയും ശക്തമായ എഡീസിൽ കുടുങ്ങിപ്പോയാൽ കപ്പലുകൾ സ്വാഭാവികമായും തകർന്നു പോകും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ശക്തമായ നീരോട്ടവും കാറ്റും എഡീസും ഒക്കെ കാരണം ഡ്രേക്ക് പാസേജിലെ ജലം മുഴുവൻ എപ്പോഴും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇളകി മറിയുന്ന ജലാശയത്തിലൂടെ യാത്ര ചെയ്യുക എന്നത് കപ്പലുകൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മൂന്നാമത്തെ പ്രശ്നം ഐസ്ബർഗ്സ് ആണ്, അതായത് ഒഴുകുന്ന മഞ്ഞുമലകൾ. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വലിയ ഭീമാകാരമായ ഭാഗങ്ങൾ പിളർന്ന് സമുദ്രത്തിലേക്ക് പോകും. വലുതെന്ന് വെച്ചാൽ ചില ഐസ്ബർഗ്സിന് ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റേഴ്സിന്റെ വലിപ്പമുണ്ടായിരിക്കും. ഈ മഞ്ഞുമലകളൊക്കെ മിക്കവാറും ഒഴുകി ഡ്രേക്ക് പാസേജിലായിരിക്കും എത്തുന്നത്. അതിനാൽ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് ഈ മഞ്ഞുമലകളും വളരെ വലിയൊരു ഭീഷണിയാണ്. ഈ പറഞ്ഞ എല്ലാം തന്നെ ഒന്നിനൊന്ന് ഭയാനകമാണ്. പലപ്പോഴും ഇതെല്ലാം ഒരുമിച്ച് തന്നെ സംഭവിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം സംഭവിച്ചാൽ പോലും അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് ഡ്രേക്ക് പാസേജിനെ അത്യധികം അപകടകരമാക്കുന്നതും. മറ്റൊരു കാര്യം, പലപ്പോഴും തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഡ്രേക്ക് പാസേജിൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ കപ്പലുകൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല. അങ്ങനെ അവ മുങ്ങിപ്പോവുകയും ചെയ്യും. ഡ്രേക്ക് പാസേജിലെ മാരകമായ അപകടങ്ങൾ കാരണം 800ഓളം കപ്പലുകൾ ഇവിടെ മുങ്ങിയിട്ടുണ്ട്. അതിലൂടെ 20,000-ഓളം മനുഷ്യരും കൊല്ലപ്പെട്ടു. അതിൽ ഭൂരിപക്ഷം കപ്പലുകളും യഥാർത്ഥത്തിൽ 17-ാം നൂറ്റാണ്ടിനും 20-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് മുങ്ങിയത്. കാരണം ആ കാലഘട്ടത്തിലെ കപ്പലുകളെല്ലാം പ്രധാനമായും തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അത്തരം കപ്പലുകൾ അത്രത്തോളം ദൃഢമല്ല. അതുപോലെ അന്നത്തെ കപ്പലുകൾ ഡ്രേക്ക് പാസേജിലെ ഭീമാകാരമായ തിരമാലകളെ ഭേദിച്ചു പോകാൻ മാത്രം പവർഫുള്ളുമായിരുന്നില്ല. അതിനൊക്കെ പുറമെ അന്നത്തെ നാവിഗേഷൻ സംവിധാനങ്ങളും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. മറ്റൊരു കാര്യം, കാലാവസ്ഥകൾ കൃത്യമായി പ്രവചിക്കാനും അന്ന് കഴിഞ്ഞിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് പണ്ടിവിടെ സ്ഥിരമായിട്ട് കപ്പലുകൾ മുങ്ങിയിരുന്നത്. ഉദാഹരണത്തിന് 1741 ഒരു കൂട്ടം ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ ഇതുവഴി പോവുകയായിരുന്നു. പക്ഷേ പെട്ടെന്നുണ്ടായ തീവ്രമായ കൊടുങ്കാറ്റ് കാരണം അതിൽ HMS വേജർ എന്നൊരു കപ്പൽ കൂട്ടം തെറ്റിപ്പോയി. അങ്ങനെ അത് ദിശ മാറി സൗത്ത് അമേരിക്കയുടെ ഒരു വിജനമായ ദ്വീപിന്റെ തീരപ്രദേശത്തിന് സമീപം ചെന്നിടിച്ച് തകർന്ന് മുങ്ങിപ്പോയി. ആ കപ്പലിൽ 250 പേരുണ്ടായിരുന്നു. അതിൽ 110 പേര് മുങ്ങിയ കപ്പലിനൊപ്പം കൊല്ലപ്പെട്ടു. ബാക്കി 140 പേര് രക്ഷപ്പെട്ട് ദ്വീപിലെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവർക്കും ആവശ്യമായ ആഹാരവും മറ്റ് സാധനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ അന്ന് അതിജീവനത്തിന് വേണ്ടി അവരെല്ലാം ദ്വീപിൽ കിടന്ന് തമ്മിൽ തല്ലേ. ഒടുവിൽ വെറും 36 പേരാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. ആ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കപ്പൽ അപകടങ്ങളിൽ ഒന്നായിരുന്നു HMS വേജർ. എത്രത്തോളം പ്രശസ്തമാണെന്നാൽ ഈ അപകടം കാരണം പിൽക്കാലത്ത് ഈ വിജനമായ ദ്വീപിന് വേജർ ഐലൻഡ് എന്നാണ് പേര് നൽകിയത് പോലും. ഈ അപകടത്തിൽ അതിജീവിച്ചവര് അതിജീവനത്തിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളാണ് ഈ പ്രശസ്തിയുടെ കാരണം. ശേഷം 1819 ഒരു കൂട്ടം സ്പാനിഷ് യുദ്ധക്കപ്പലുകൾ പെറുവിലേക്ക് പോകാൻ വേണ്ടി ഡ്രേക്ക് പാസേജിൽ പ്രവേശിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുണ്ടായ തീവ്രമായ തിരമാലകളും കൊടുങ്കാറ്റുകളും കാരണം അതിൽ സാൻ ടെൽമോ എന്നൊരു കപ്പലിന് കാര്യമായ തകരാറ് പറ്റി. അനന്തരഫലമായി അത് നിയന്ത്രണം നഷ്ടപ്പെട്ട് കൂട്ടം തെറ്റിപ്പോയി. ഈ കപ്പലിനെ അവസാനമായിട്ട് കണ്ടത് ലിവിങ്സ്റ്റൺ ദ്വീപിന് സമീപത്ത് വെച്ചാണ്. അതിനുശേഷം പിന്നെ ആരും തന്നെ ഈ കപ്പലിനെയും അതിലുണ്ടായിരുന്ന ആരെയും കണ്ടിട്ടില്ല. ഈ കപ്പൽ ആ ദ്വീപിന് സമീപത്ത് വെച്ച് മുങ്ങിപ്പോയെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ 644 പേരുണ്ടായിരുന്നു. അവരെല്ലാം തീർച്ചയായും മരിച്ചുപോയി കാണും. ആരെങ്കിലും രക്ഷപ്പെട്ട് കരയിലെത്തിയെങ്കിലും അവര് ചെന്നെത്തിപ്പെട്ടത് അന്റാർട്ടിക്കയിലായിരുന്നിരിക്കും. കാരണം ഈ ദ്വീപ് അന്റാർട്ടിക്കയുടെ തൊട്ടടുത്താണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അന്റാർട്ടിക്കയിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യര് ഇവരായിരുന്നിരിക്കും. എന്തായാലും ഈ പറഞ്ഞത് ഡ്രേക്ക് പാസേജിൽ മുങ്ങിപ്പോയതിൽ ഏറ്റവും പ്രശസ്തമായ 2 സംഭവങ്ങൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് കപ്പലുകൾക്ക് ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം പണ്ടത്തെ കപ്പലുകൾക്കാണ് പറ്റിയതെന്നും ഇന്നത്തെ കപ്പലുകളൊക്കെ പൂർണ്ണമായും സേഫ് ആണെന്നും കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. 2022 വൈക്കിങ്സ് പൊളാരിസ് എന്നൊരു ക്രൂയിസ് കപ്പൽ ഡ്രേക്ക് പാസേജിലൂടെ പോവുകയായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു വലിയ തിരമാല കപ്പലിൽ വന്നിടിച്ചു. ആ തിരമാലയ്ക്ക് 53 അടി ഉയരമുണ്ടായിരുന്നു. അത് കാരണം 7 മുറികളുടെ ജനാലകൾ പൂർണ്ണമായും തകർന്നു. 8 പേർക്ക് കാര്യമായ പരിക്കുകൾ പറ്റി. ഒരാള് കൊല്ലപ്പെടുകയും ചെയ്തു. ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ഇപ്പോഴും ഡ്രേക്ക് പാസേജിന് മനുഷ്യരുടെ ജീവൻ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയ അപകടകാരിയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നിലവിൽ ഡ്രേക്ക് പാസേജിലൂടെ അധികം കപ്പലുകളൊന്നും പോകാറില്ല. അതിന് പകരം 1914 തുറന്ന പനാമ കനാലാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഡ്രേക്ക് പാസേജിലൂടെ പോകുന്ന ഏകദേശം എല്ലാ കപ്പലുകളും ഒന്നുകിൽ ഗവേഷണത്തിന് വേണ്ടി പോകുന്ന ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളോ ആയിരിക്കും. കാലാവസ്ഥകളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്ത് കൃത്യമായ കണക്കുകൂട്ടലുകളും നടത്തി വ്യക്തമായ പ്ലാനിങ്ങോടുകൂടെ മാത്രമേ ഇന്ന് ഈ കപ്പലുകളൊക്കെ ഡ്രേക്ക് പാസേജിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുപോലെ ഈ കപ്പലുകളെല്ലാം ഡ്രേക്ക് പാസേജിലെ മാരകമായ അവസ്ഥകളെയൊക്കെ തരണം ചെയ്യാൻ തക്ക വിധത്തിൽ വളരെ ദൃഢമായി നിർമ്മിച്ചവയുമായിരിക്കും. ഒപ്പം അവയിലെല്ലാം പല വിധത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന എല്ലാ നിർദ്ദേശങ്ങളും നേരത്തെ തന്നെ പാസഞ്ചേഴ്സിനൊക്കെ നൽകുകയും ചെയ്യും. അത്രയും സേഫ്റ്റിയോടെയാണ് ഈ കപ്പലുകൾ ഡ്രേക്ക് പാസേജ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിൽ ഇതുവരെ ഒരു കപ്പൽ പോലും ഡ്രേക്ക് പാസേജിൽ മുങ്ങിയിട്ടില്ല.